ഹായ്, നദീറ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതിനെനിക്ക് സപ്പോർട്ട് തന്ന എല്ലാവർക്കും ആദ്യം തന്നെ ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടാതെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ അപ്പോൾ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എന്താണ് കാണിക്കാൻ പോകുന്നതെന്ന് അറിയണ്ടേ? അതൊരു ബ്രിഞ്ചോൾ കൊണ്ട്, അതായത് വഴുതനങ്ങ കൊണ്ട് നമ്മൾക്ക് എങ്ങനെ ഒരു ഫ്ലവർ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബ്രിഞ്ചോൾ എടുക്കുക. അങ്ങനെ അതിൻ്റെ ഈ തണ്ട് കട്ട് ചെയ്ത് കളയാം. അതിന് ശേഷം മുകളിൽ നിന്ന് താഴോട്ട് ഒരു 3/4 ഭാഗത്തോളം താഴോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കുക. വരയ്ക്കാന്ന് വെച്ചാൽ കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ നമ്മൾക്ക് എത്രത്തോളം വലിപ്പമുള്ള ഒരു പെറ്റൽ വേണം എന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ഒരു പെറ്റലിന് ഷേപ്പിൽ ഇപ്പുറത്തും ഒന്ന് കട്ട് ചെയ്യാം. കണ്ടില്ലേ? എന്നിട്ട് ആ പെറ്റലിൻ്റെ ഷേപ്പിൽ നിന്ന് അധികം ഡീപ്പാവാതെ അതിൻ്റെ ആ സ്കിന്ന് കട്ട് ചെയ്തെടുക്കുക. പെറ്റൽ പോലെ നമുക്ക് താഴോട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ? ഇങ്ങനെ താഴോട്ട് കട്ട് ചെയ്യാം. അപ്പം ഇതുപോലെ ഒരു കട്ട് ചെയ്ത് ഒരു പെറ്റൽ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇതേ അളവിൽ തന്നെ നെക്സ്റ്റ് പെറ്റലും ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് പെറ്റലും റെഡി. അങ്ങനെ തേർഡ് പെറ്റലും കട്ട് ചെയ്ത് എല്ലാം ഒരേ അളവിലായിരിക്കണം. അതാണ് നമ്മൾക്ക് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ എല്ലാ പെറ്റലും ഒരേ അളവിൽ കട്ട് ചെയ്ത് നമ്മൾക്ക് ഇത് ഐസ് വാട്ടറിൽ ഇട്ട് വയ്ക്കാം. സെയിം തന്നെ ഫ്ലവർ അതേപോലെ തന്നെ ഇതുപോലെ തന്നെ ഓരോ പെറ്റൽ കട്ട് ചെയ്യുക. അധികം താഴോട്ട് പോകരുത്. എല്ലാം ഈ ലാസ്റ്റ് സൈഡിലും ഒരേ അളവായിരിക്കണം. അതുപോലെ പെറ്റലിൻ്റെ അളവും ഒരേപോലെ ആയിരിക്കണം. അങ്ങനെ കട്ട് ചെയ്യാം. എല്ലാ ഫ്ലവറിനും ഇതുപോലെ തന്നെ കട്ട് ചെയ്യാം. എന്നിട്ട് പിന്നെ അതിനെ നമ്മൾ ഡിഫറെൻറ്റ് ഇങ്ങനെ എല്ലാ പെറ്റലും കട്ട് ചെയ്ത്, കണ്ടില്ലേ? ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിൻ്റെ ഇതുപോലെ ഒരു 3/4 ഭാഗത്തോളം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിനൊരു ഇങ്ങനെ വെച്ചാൽ ഒരു ഭംഗിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാം. ഒരു ഷേപ്പ് ചെയ്യാന്ന് മാത്രം. ഇങ്ങനെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പം ഇങ്ങനെ ഒരു ഷേപ്പായി കിട്ടണം. ഒരു ഷേപ്പ് ഉണ്ടാക്കില്ല. അതുപോലെ തന്നെ സെയിം ഒരു കട്ട് ചെയ്യാം. എല്ലാം ചെയ്തതിന് ശേഷം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ എല്ലാം കട്ട് ചെയ്ത് ഇത് നമുക്ക് ഇതിൻ്റെ ഇൻസൈഡ് നിന്ന് കംപ്ലീറ്റ് എടുക്കാം. ഇതുപോലെ സ്കൂപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തിട്ട് സെയിം തന്നെ മെത്തേഡ് കട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് ഇതിൻ്റെ ഇൻസൈഡുള്ളത് ലോങ് ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ മറ്റേത് ആദ്യം നമ്മൾ കട്ട് ചെയ്തത് ഒന്നും കട്ട് ചെയ്യാതെ ഒരെണ്ണം അങ്ങനെ ഇത് നിർത്തിയിട്ട്, രണ്ടാമത്തേത് നമ്മൾ അതിൻ്റെ ആ 3/4 ഭാഗത്തോളം കട്ട് ചെയ്തിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് പിന്നെ മൂന്നാമത്തേത് നമ്മൾ ഫുള്ളും അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇത് നമുക്ക് ലോങ് ആയിട്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മുകളിൽ നിന്ന് അടിയിലോട്ട്
ഇങ്ങനെ ചെയ്യാം. ഇത് വഴുതനങ്ങ ആയതുകൊണ്ട് അധികം നേരം നമുക്ക് കട്ട് ചെയ്ത് വെക്കാൻ പറ്റില്ല. അതൊരു ഫ്ലവർ അറേഞ്ച്മെൻറ്റിന് നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇൻസൈഡൊക്കെ ബ്ലാക്ക് കളർ വരില്ലേ. അപ്പോൾ അതിന് നമുക്ക് ഈ ഫ്ലവർ നമുക്ക് ഫുഡ് കളർ ചെയ്ത് നമുക്കതിനെ ഭംഗിയാക്കാൻ പറ്റും കേട്ടോ. വെറുതെ വയ്ക്കുമ്പോൾ നമുക്ക് ഇത് കുറച്ച് കഴിയുമ്പോൾ ബ്ലാക്ക് കളർ വരും. നല്ല ഇതുപോലെ നല്ല ഷേപ്പിൽ ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് കളർ ചെയ്താൽ മതി. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇത് ഐസ് വാട്ടറിലിട്ട് വയ്ക്കാം. ഇനി ഇതെങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പിൽ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലവർ അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വിടർന്ന് വരും. ഇങ്ങനെ എല്ലാതും കട്ട് ചെയ്ത് ഇത് ഐസ് വാട്ടറിൽ ഇട്ടിരിക്കുമ്പോൾ ഇത് നല്ല വിരിഞ്ഞ് വരും. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. കണ്ടില്ലേ? അതങ്ങനെ ചെയ്താൽ പിന്നെ വേറൊരെണ്ണം അധികം ഇത് മറ്റേത് നമ്മൾ ഫുള്ളും ഇവിടം വരെ തന്നെ ചെയ്തു. ഇത് നമ്മൾ അധികം ചെയ്യേണ്ട, ഒരു ഇത്രയ്ക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് അനദർ ഫ്ലവറായിട്ട് വരും. അങ്ങനെ നമ്മൾക്കൊരു ഐഡിയ കിട്ടും. ഓരോന്നും ചെയ്യുമ്പോൾ ഇത് ചെയ്ത് നമുക്ക് പല ഐഡിയകളും കിട്ടും. ഓരോ ഫ്ലവർ കാണുമ്പോഴും നമുക്കതുപോലെ ചെയ്ത് നോക്കാൻ പറ്റും. എല്ലാ ഫ്ലവറും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു വേറെ ഫ്ലവറായി.